ഇപ്പം നമ്മൾ 10th ഫസ്റ്റ് ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. എല്ലാവരും ക്ലാസ് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ 9th പഠിച്ച ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് ഉള്ളത്. ആ കണ്ടിന്യൂഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് 9th നമ്മൾ ടേബിളിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നതിനെക്കുറിച്ച് നല്ലതുപോലെ പഠിച്ചിട്ടുണ്ട്. അതിൽ പഠിച്ച കാര്യങ്ങൾ അല്പം കൂടി എലാബറേറ്റ് ചെയ്താണ്, അതായത് ഇതിനകത്ത് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മളവിടെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചുവെങ്കിൽ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് അതിനെ അല്പം കൂടെ ഡീപ്പായിട്ട്, അതായത് സബ്ഷെൽ എന്ന് പറയുന്ന മറ്റൊരു കൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് പഠിക്കേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് പീരിയോഡിക് ടേബിളിൽ ഇവിടെ കോൺഫിഗറേഷൻ എന്നുകൂടെ പേരുണ്ട്. ചാപ്റ്ററിൻ്റെ കൂടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുകൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂടെ അവിടെ എഴുതേണ്ടതായിട്ട് വരും. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഷെൽ വൈസ് ആയിരുന്നു. ഈ ചാപ്റ്ററിൽ നമുക്ക് സബ്ഷെൽ വൈസ് ആയിട്ട് അതിനെ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ പീരിയോഡിക് ടേബിളിലെ എലമെൻറ്റ്സ് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അത് നമുക്കിപ്പം 118 എലമെൻറ്റ്സ് മൊത്തം ഉണ്ട് എന്ന് വെച്ചാൽ അത് 118 പഠിക്കണമെന്നല്ല. അതിൽ ആദ്യത്തെ 30 എലമെൻറ്റ്സ് എങ്കിലും പഠിക്കുക. 30 എലമെൻറ്റ്സ് മതി നമുക്ക്. 10th സംബന്ധിച്ച് 30 എലമെൻറ്റ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഈ 30 എലമെൻറ്റ്സ് പഠിക്കുക. എങ്ങനെ പഠിക്കുക? എന്തെല്ലാം പഠിക്കണം ആ എലമെൻറ്റ്സിനെ കുറിച്ച്? നമുക്ക് സാധാരണ ഈ പീരിയോഡിക് ടേബിളിനകത്ത് അതിൽ ഒരു കോളത്തിനകത്ത് തരുന്ന കാര്യങ്ങൾ, ഒന്ന് അതിൻ്റെ അറ്റോമിക് നമ്പർ തരും. ഓക്കെ, പിന്നെ അതിൻ്റെ സിമ്പൽ തന്നിട്ടുണ്ട്, പിന്നെ നെയിം ഇൻ ഇംഗ്ലീഷ്, അതായത് അറ്റോമിക് നമ്പർ മുകളിലുണ്ടാവും. ഇനി അതിൻ്റെ സിമ്പൽ അതിൻ്റെ മിഡിലിൽ ലെറ്റർ ഉണ്ടാവുന്നത് 1-2 ലെറ്ററുകളാണ്. ഇനി അതിൻ്റെ പേര് താഴെയുണ്ട്. ഓക്കെ, അതിന് ശേഷം ടേബിളിനകത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഷെൽ വൈസ് ആണ്, നമുക്ക് ആവശ്യമില്ല തൽക്കാലം. അപ്പോൾ മെയിനായിട്ട് ഈ 3 കാര്യങ്ങൾ നമുക്ക് ഈ ബോക്സിൽ നിന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ പഠിക്കുമ്പോഴും ഈ 3 കാര്യങ്ങളുമാണ് പഠിക്കേണ്ടത്. 30 വരെയുള്ള എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ തൊട്ട് സിങ്ക് വരെയുള്ള ആൾക്കാരുണ്ട്. ആ സിങ്ക് ഇവിടെ ഉണ്ട്. ഈ സിങ്ക് വരെയുള്ള ആൾക്കാർ ഏത് തൊട്ട്? ഹൈഡ്രജൻ തൊട്ടാണ് നമുക്ക്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയെന്ന് നോക്കാം. ഹൈഡ്രജൻ ആണ് ഫസ്റ്റ്. ഓക്കെ, സെക്കൻഡ് വൺ ഹീലിയം, തേർഡ് വൺ ലിഥിയം, ഫോർത്ത് വൺ ബെറിലിയം, ഫിഫ്ത്ത് വൺ ബോറോൺ, സിക്സ്ത് വൺ കാർബൺ, സെവൻത്ത് നൈട്രജൻ, എയ്ത്ത് ഓക്സിജൻ, 9th ഫ്ലൂറിൻ, 10th നിയോൺ, 11th സോഡിയം, 12th മാഗ്നീഷ്യം, 13th അലുമിനിയം, 14th സിലിക്കൺ, 15th ഫോസ്ഫറസ്, 16th സൾഫർ, 17th ക്ലോറിൻ, 18th ആർഗൺ, 19th പൊട്ടാസ്യം, 20th കാൽഷ്യം. ഓക്കെ, ഇനി 20th കാൽഷ്യം, 21 സ്കാൻഡിയം, 22 ടൈറ്റാനിയം, 23 വനേഡിയം, 24 ക്രോമിയം, 25 മാംഗനീസ്, 26 അയൺ, 27 കൊബാൾട്ട്, 28 നിക്കൽ, 29 കോപ്പർ, 30 സിങ്ക്. ഓക്കെ, ഇതിൽ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിക്കാതെ ഉള്ളത്, അതായത് ഈ വർഷത്തേക്ക് നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നത് സ്കാൻഡിയം തൊട്ടാണ്. ഈ സ്കാൻഡിയം തൊട്ട് ഏതുവരെ നോക്കുക? സിങ്ക് വരെ നമുക്ക് വേണ്ടി വരും. സ്കാൻഡിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏതുവരെ പോകണം? സിങ്ക് വരെയുള്ള എലമെന്റ്സ് ആണ് നമുക്ക് ഈ വർഷം അഡീഷണൽ ആയിട്ട് നോക്കാനുള്ളത്. ഓക്കെ, കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ 20 വരെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 21 തൊട്ട് 30 വരെ ഉള്ളത് ഇവിടെ ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നല്ലതുപോലെ വ്യക്തമായിട്ട് നോക്കുക എന്നുള്ളത്. ഇപ്പോൾ 21 സ്കാൻഡിയം SC, 22 ടൈറ്റാനിയം TI, 23 വനേഡിയം V, 24 ക്രോമിയം CR, 25 മാംഗനീസ് MN, 26 അയൺ Fe, 27 കൊബാൾട്ട് CO, 28 നിക്കൽ Ni, 29 കോപ്പർ Cu, 30 സിങ്ക് Zn. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഈ വർഷത്തേക്ക് ഉൾപ്പെടുത്തിയ ഒരു 10 എലമെന്റ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ,
അപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾ 20 വരെ പഠിച്ചിരിക്കുന്നതുകൊണ്ട് അതിനുശേഷം ഇത് കണ്ടിന്യൂ ചെയ്ത് വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ കൃത്യമായിട്ടും ഈ 30-ലുള്ള എലമെന്റ്സ് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ നോക്കി വയ്ക്കുക. ഓക്കെ, നല്ലപോലെ പഠിക്കുക. എന്തൊക്കെ പഠിക്കണം അതിനകത്ത്? എൻ്റെ അറ്റോമിക് നമ്പർ പഠിക്കണം, സിമ്പിൾ പഠിക്കണം, നൈം ഇൻ ഇംഗ്ലീഷ് പഠിക്കണം. ഓക്കെ, നമുക്ക് നൈം ഇൻ ലാറ്റിൻ അല്ലെങ്കിൽ ഗ്രീക്കിൻ്റെ ആവശ്യം ഇതിനകത്ത് വരത്തില്ല, നമുക്ക് നൈം ഇൻ ഇംഗ്ലീഷ് തന്നെ മതിയാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മസ്റ്റായിട്ട് പഠിക്കുക. ഇപ്പോൾ ഇനി മോഡേൺ പീരിയോഡിക് ടേബിളിൽ നമുക്ക് ഉണ്ടായിരുന്ന ഡീറ്റെയിൽസ്, അതായത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് അതിനകത്ത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്തെടുത്താൽ നമുക്ക് ഈ ചാപ്റ്റർ മുമ്പോട്ട് പഠിച്ചു പോകുമ്പോൾ വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നമുക്ക് മോഡേൺ പീരിയോഡിക് ടേബിളാണ് നമ്മൾ പഠിക്കുന്നതെന്ന് അറിയാം. ഹെൻറി മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ടേബിളാണ് നമ്മൾ പഠിക്കുന്നത്. ആ മോഡേൺ പീരിയോഡിക് ടേബിളിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ് വരുന്നത്? 118 എലമെന്റ്സ് വരും. ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് 118 ആണ്. അറ്റ് പ്രസന്റ് 118 ആണ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഇരിക്കുന്നത്. അതിനുശേഷം ഒരു 8 എലമെന്റ്സ് കൂടെ വന്നിട്ടുണ്ട്, 126 വരെ വന്നിട്ടുണ്ട്. അത് നമുക്ക് പുതിയ ടേബിളിൽ അപ്ഡേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ വന്നിട്ടില്ല, അപ്ഡേറ്റഡ് അല്ല, 118 വരെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരുന്നു ഗ്രൂപ്പ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെർട്ടിക്കൽ കോളംസ് പ്രസന്റ് അല്ലേ, വെർട്ടിക്കൽ ആയിട്ടുള്ള കോളംസ് അതിനകത്തുള്ളത്. എത്ര വെർട്ടിക്കൽ കോളംസ് പീരിയോഡിക് ടേബിളിലുണ്ട് എന്ന് ചോദിച്ചാൽ 18 ആണ്. അപ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിളിൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ വെർട്ടിക്കൽ കോളംസ് എന്ന് പറയുന്നത് 18 ആണ്. ഇനി നമ്പർ ഓഫ് പീരീഡ്സ് എന്ന് പറയുന്നത് എന്താ? പീരീഡ്സ് ഹൊറിസോണ്ടൽ റോസ് ആണ് പീരീഡ്സ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോസ് അതാണ് പീരീഡ്സ്. അത് എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 7 കഴിഞ്ഞ് പിന്നെ താഴെ അടിയിലോട്ട് 2 എണ്ണം ഉണ്ട്. പക്ഷേ അതിന് നമ്മൾ ആ ആൾറെഡി ഉള്ള 6th പീരീഡിൽ നിന്നും 7th പീരീഡിൽ നിന്നും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന് നമുക്കറിയാം. അതിൽ ആ 2 പേരെ നമ്മൾ സെപ്പറേറ്റ് പേര് കൊടുത്ത് ലാന്തനോയിഡ് ആക്ടിനോയിഡെന്നും പറഞ്ഞ് അല്ലാതെ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ ടോട്ടൽ നമ്പർ ഓഫ് പീരീഡ്സ് എന്ന് പറഞ്ഞാൽ അത് 7 ആണ്. മറ്റേത് 2 പേരും ഈ പീരീഡുകളിൽ നിന്ന് എടുത്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇനി ഈ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ആ എലമെന്റ്സിനെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദം ആർ മെറ്റൽസ്. കൂടുതൽ പേരും മെറ്റൽസ് ആണ്, മെജോറിറ്റി മെറ്റൽസ് ആണ് അതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആരൊക്കെ ഉണ്ട്? മെറ്റൽസ് ഉണ്ട്, മെജോറിറ്റി ആണെന്ന് പറഞ്ഞു. നോൺ മെറ്റൽസ് വളരെ കുറവാണ് കമ്പയർഡ് ടു മെറ്റൽസ്. ഇനി ഫിക്സഡ് നമ്പർ ഓഫ് മെറ്റലോയിഡ്സ് ഉണ്ട്. എന്തായിരുന്നു മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്? മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും പ്രോപ്പർട്ടി ഒരേ ടൈം എക്സിബിറ്റ് ചെയ്യുന്ന ആ എലമെന്റ്സിനെയാണ് നമ്മൾ മെറ്റലോയിഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെറ്റൽസ്, നോൺ മെറ്റൽസ് ഈ രണ്ടുപേരുടെയും ക്യാരക്ടർ ഒരേപോലെ കാണിക്കുന്ന മെറ്റലോയിഡ്സ്. അപ്പോൾ എലമെന്റ്സ് exhibiting both the property of metals and non-metals are known as metalloids. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. അല്ലെ, ജെർമേനിയം, സിലിക്കൺ, ആന്റിമണി, ആഴ്സനിക് അങ്ങനെ പറയുന്ന കുറച്ച് പേര്. ഓക്കെ, ഈ 3 പേരുമാണ് ഈ പീരിയോഡിക് ടേബിളിൽ മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. ഫിസിക്കൽ സ്റ്റേറ്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. ആ ഫിസിക്കൽ സ്റ്റേറ്റ്സ് നമുക്കറിയാം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഈ 3 ഫിസിക്കൽ സ്റ്റേറ്റിലും വരുന്ന ആൾക്കാർ മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ മോഡേൺ പീരിയോഡിക് ടേബിളിൽ നമ്മൾ പറഞ്ഞു അതിനകത്ത് വെർട്ടിക്കൽ കോളംസ് ഉണ്ട്, അതിനെ ഗ്രൂപ്പ്സ് എന്നാണ് വിളിച്ചത്. ആ ഗ്രൂപ്പുകൾക്ക് ഓരോന്നിനും അതിൻ്റെതായ നെയിംസ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് നെയിംസ് എന്തൊക്കെയാണെന്ന് ഒന്നും കൂടെ ഒന്ന് ഓർമ്മിച്ചെടുക്കാം. അപ്പോൾ അതിൽ ഗ്രൂപ്പ് നമ്പർ ഫസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേര് ആൽക്കലി മെറ്റൽസ് എന്നാണ്. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ പേര് ആൽക്കലി മെറ്റൽസ് എന്നാണ്. ആൽക്കലി ഫോം ചെയ്യുന്ന മെറ്റൽസ് എന്നതുകൊണ്ടാണ് ആൽക്കലി മെറ്റൽസ് എന്ന പേര് അവർക്ക് കിട്ടിയത്. വാട്ടറിൽ അവർ റിയാക്ട് ചെയ്താണ് ആൽക്കലി ഫോം ചെയ്യുന്ന ഒരു ക്യാരക്ടർ അവർക്കുണ്ട്. അടുത്തത് സെക്കൻഡ് ഗ്രൂപ്പിന് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് നമ്മൾ പേരിട്ടിട്ടുണ്ട്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അവരുടെ കോമ്പൗണ്ട്സ് നമ്മൾ എർത്തിൽ നിന്ന് കിട്ടുന്നത് ആൽക്കലൈൻ നേച്ചർ കാണിക്കുന്നുകൊണ്ടാണ് ആ പേര് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി 3 to 12 ഒരു 10 ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് നമുക്കുള്ളത്. 3 to 12 10 ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. ആ 10 ഗ്രൂപ്പ് എലമെന്റ്സിനെ കമ്പൈൻഡ് ആയിട്ട് നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന ഒറ്റ പേരിൽ വിളിക്കും. ട്രാൻസിഷൻ എലമെന്റ്സ് എന്നോ ട്രാൻസിഷൻ മെറ്റൽസ് എന്നോ ആണ്
നമ്മൾ വിളിക്കുക. ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറയുന്നത് 3 to 12 വരുന്ന 10 ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. ഓക്കെ, അടുത്ത നമ്മൾ പോയി കഴിഞ്ഞ് ഇനി അങ്ങോട്ട് ഫാമിലി എന്ന് പറഞ്ഞാണ് ഓരോരുത്തരുടെ പേരുകൾ വരുന്നത്. അതിൽ 13th ഗ്രൂപ്പിന്റെ ടോപ്പിൽ ബോറോൺ ഉണ്ട്, അതുകൊണ്ട് അതിനെ നമ്മൾ ബോറോൺ ഫാമിലി എന്ന് വിളിക്കും. 14th ഗ്രൂപ്പിന്റെ ടോപ്പിൽ ഇരിക്കുന്നത് കാർബൺ, അതുകൊണ്ട് ആ ഫാമിലിക്ക് പേര് കാർബൺ ഫാമിലി എന്നാണ്. 15th ഗ്രൂപ്പിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിൽ നൈട്രജൻ ആണ് ടോപ്പ്, അതുകൊണ്ട് പേര് നൈട്രജൻ ഫാമിലി എന്നാണ്. 16th ഗ്രൂപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ ടോപ്പിൽ ഓക്സിജൻ ഉള്ളത് കൊണ്ട് അതിൻ്റെ പേര് ഓക്സിജൻ ഫാമിലി. ഓക്കെ, അടുത്തത് 17th ഗ്രൂപ്പാണ്. അതിൽ നമ്മൾ ഫാമിലി എന്ന പേര് ഉൾപ്പെടുത്താറില്ല. അതിൻ്റെ ടോപ്പിൽ ഫ്ലൂറിൻ ആണ് എന്ന് വെച്ചിട്ട് അതിനെ ഫ്ലൂറിൻ ഫാമിലി എന്നല്ല അറിയപ്പെടാറ്, ഹാലജൻസ് എന്നാണ്. നമുക്കറിയാം ബൾബിലൊക്കെ നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിച്ച് വരുന്ന ആൾക്കാരുണ്ട് ഹാലജൻസിൽ. ഇനി 18th ഗ്രൂപ്പിന്റെ പേര് ഇനേർട്ട് ഗ്യാസ് ഓർ നോബിൾ ഗ്യാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരുടെ ഇനേർട്ട് ബിഹേവിയർ, റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ബിഹേവിയർ ഉള്ളത് കൊണ്ട് ഇനേർട്ട് ഗ്യാസ് എന്ന് അല്ല എങ്കിൽ നോബിൾ ഗ്യാസ് എന്ന പേരിൽ വിളിക്കപ്പെടുന്നുണ്ട്. ഇനി ഇത്രയും നമ്മൾ ഗ്രൂപ്പ് അവരുടെ ഫാമിലി നൈമുമാണ് പറഞ്ഞതെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഈ 3 to 12 എന്ന സെക്ഷൻ, അതായത് നമ്മുടെ ട്രാൻസിഷൻ മെറ്റൽ എന്ന സെക്ഷൻ ഇവിടെ ഉണ്ട്. ട്രാൻസിഷൻ എലമെന്റ്സ്, ട്രാൻസിഷൻ മെറ്റൽസ്. ഈ ട്രാൻസിഷൻ എലമെന്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ഗ്രൂപ്പും, ഗ്രൂപ്പ് ഫസ്റ്റ് ഉണ്ട്, ഗ്രൂപ്പ് സെക്കൻഡ് ഉണ്ട്, 13 ഉണ്ട്, 14 ഉണ്ട്, 15 ഉണ്ട്, 16 ഉണ്ട്, 17 ഉണ്ട്, 18 ഉണ്ട്. ഈ ഇത്രയും ഗ്രൂപ്പുകാരെ, അത് 1, 2, 13 to 18, ഇത്രയും ഗ്രൂപ്പിനെ കമ്പൈൻഡ് ആയിട്ട് നമ്മൾ മറ്റൊരു പേര് കൂടെ വിളിക്കുന്നു. ആ പേരാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ്. അതിന് വിളിക്കുന്ന പേര് റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് എന്നാണ്. ഏതൊക്കെ ഗ്രൂപ്പാണ് വരുന്നത്? ഗ്രൂപ്പ് 1, 2, 13 to 18. ആ ഗ്രൂപ്പുകാരെ കമ്പൈൻഡ് ആയിട്ട് വിളിക്കുന്നതാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ്. അപ്പോൾ ഈ റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആ പീരിയോഡിക് ടേബിളിന്റെ ഫുൾ റെപ്രസെൻറ്റേഷൻ ഇത്രയും ഗ്രൂപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം കിട്ടും. അതായത് മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്, അതുപോലെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ ആ പീരിയോഡിക് ടേബിളിന്റെ എൻ്റയർ പ്രോപ്പർട്ടി നമുക്ക് ഈ ഇത്രയും ഗ്രൂപ്പിൽ നിന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് അവർ നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് എന്ന പേരിൽ വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പീരിയോഡിക് ടേബിളിന്റെ ആ ഒരു സ്ട്രക്ചറുമായി റിലേറ്റ് ചെയ്ത് അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നു, ഏതൊക്കെ സാധനങ്ങൾ, ഗ്രൂപ്പുകൾ എന്തൊക്കെയുണ്ട്, എത്ര ഗ്രൂപ്പുണ്ട്, അതൊക്കെ നമുക്ക് ഈ വർഷം വളരെ വേണ്ടപ്പെട്ടതാണ്. അപ്പോൾ അത് ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 118. അത് നമുക്ക് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്, പീരീഡ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. അത് ഇത്തവണ നമുക്ക് ഗ്രൂപ്പും പീരീഡും ഒക്കെ വേണ്ടി വരുന്നതാണ്. നമ്പർ ഓഫ് ഗ്രൂപ്പ് 18 ആണ്, നമ്പർ ഓഫ് പീരീഡ് 7 ആണ് നമുക്ക് വരുന്നത്. ആ രണ്ട് കാര്യങ്ങൾ ആലോചിക്കുക. പിന്നെ ഈ ഗ്രൂപ്പ് നമ്പർ, ഫാമിലി നെയിം. അപ്പോൾ ഈ വർഷം നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിന് ആൽക്കലി മെറ്റൽസ്, ആൽക്കലിൻ എർത്ത് മെറ്റൽസ്, അങ്ങനെ ഗ്രൂപ്പ് നമ്പർ വെച്ചിട്ട് ക്വസ്റ്റ്യനിൽ പറയേണ്ടി വരും. അപ്പോൾ അത് മറന്നു പോകരുത്. ഓക്കെ, ഈ കാര്യങ്ങൾ നല്ലതുപോലെ ഒന്ന് വായിച്ച് നോക്കുക. അടുത്ത നമ്മൾ ഓരോ ഗ്രൂപ്പിന്, നമ്മളിപ്പോൾ കണ്ട ഗ്രൂപ്പുകൾ, അതായത് 18 ഗ്രൂപ്പ് നമുക്കുണ്ട്. ഈ ഗ്രൂപ്പുകളുടെ വാലൻസിയെ കുറിച്ചാണ് പറയുന്നത്. വാലൻസി എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാലൻസി ഈസ് ദ കമ്പൈനിങ് കപ്പാസിറ്റി എന്ന് പറയും, ഓർ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡൊണേറ്റഡ്, അക്സെപ്റ്റഡ് ഓർ ഷെയർഡ്. അതാണ് വാലൻസി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ആ വാലൻസി ഗ്രൂപ്പുകളിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഗ്രൂപ്പ് നമ്പറിൽ നിന്ന് നമുക്ക് എങ്ങനെ വാലൻസി കണ്ടുപിടിക്കാം? അപ്പോൾ ഗ്രൂപ്പ് ഫസ്റ്റ്, സെക്കൻഡ്, ഈ രണ്ട് ഗ്രൂപ്പുകാരുടെ വാലൻസി എന്ന് പറയുന്നത്, അപ്പോൾ അവരുടെ വാലൻസി വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ് ഗ്രൂപ്പിന്റെ വാലൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ ഈസിയാണ്. കാരണം അവരുടെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസും വാലൻസിയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്രൂപ്പ് നമ്പർ ഫസ്റ്റ് ഉണ്ട്. ഈ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ വാലൻസ് ഷെൽ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ വാലൻസ് എത്രയായിരിക്കും? 1 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ് ഗ്രൂപ്പുകളുടെ വാലൻസിയും നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ ഫസ്റ്റ് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 1 ആണ്.
അങ്ങനെയാണെങ്കിൽ വാലൻസിയും 1 ആയിരിക്കും. ഇതേ കേസ് തന്നെ നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ വാലൻസിയും എന്ത് തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അഡീഷണലി പറഞ്ഞ കാര്യം ഈ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് അതേപോലെ വാലൻസിയും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസും വാലൻസിയും ഈക്വൽ ആയിട്ടാണ് വരുന്നത് എന്നാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് സെക്കൻഡ് ഗ്രൂപ്പുകളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് അങ്ങോട്ടുള്ള ഗ്രൂപ്പുകളിൽ നമ്മൾ 3 to 12 ആ ഒരു ഗ്രൂപ്പ് സെക്ഷനെ എന്ത് ചെയ്യാണ്? ഒഴിവാക്കുകയാണ് ഇവിടെ. ഓക്കെ, അതിൻ്റെ ഇതേപോലെയല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ അത് പറയാത്തത്. അപ്പോൾ ബാക്കിയുള്ള ഗ്രൂപ്പുകൾ നമുക്ക് ഇപ്പോൾ 1, 2 കഴിഞ്ഞു, ബാക്കി 13 to 18 ഗ്രൂപ്പുകളാണ് നമുക്ക് വരാനുള്ളത്. കാരണം 3 to 12 നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോർ ഗ്രൂപ്പ്സ് 13 to 18 നമ്മൾ 13 to 18 ഗ്രൂപ്പുകളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എടുക്കണം. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്, അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് നമ്പർ 13 ആണ് എന്ന് വെച്ചിട്ട് അതിനകത്ത് 13 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നല്ല അർത്ഥം. നേരത്തെ 1ൽ 2ൽ മാത്രമേ നമ്മൾ ആ റൂൾ പറഞ്ഞിട്ടുള്ളൂ. ഗ്രൂപ്പ് നമ്പർ അതുപോലെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് സെയിം ആയിരിക്കും, അത് തന്നെയായിരിക്കും അവരുടെ വാലൻസി എന്ന് പറയുന്നത്. അതേസമയം 13th ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് ഗ്രൂപ്പ് നമ്പറിൽ നിന്ന് 10 മൈനസ് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ -10 ആണ് നമ്മൾ ചെയ്യുന്നത്. ഗ്രൂപ്പ് നമ്പർ -10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് കിട്ടും. എന്ന് വെച്ചിട്ട് അതിൻ്റെ വാലൻസി അതേപോലെ എടുത്ത് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അത് നമ്മൾ എപ്പോഴാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് നോക്കാം. നമുക്ക് 13 ഗ്രൂപ്പ് നമ്പർ 13 നമ്മുടെ കയ്യിൽ കിട്ടി. ഇവിടെ 3 ആണ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ അത് ചെയ്യുകയെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 1, 2, 3, 4 ഈ 4 നമ്പറാണ് വരുന്നതെങ്കിൽ ആരൊക്കെയാണ് വരുന്നത്? 1, 2, 3, 4 എന്ന ഈ 4 നമ്പറാണ് നമ്മുടെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണമായിട്ട് നമുക്ക് വരുന്നതെങ്കിൽ ആ ഒരു കേസിൽ നമുക്ക് വാലൻസി വിൽ ബി ദ സെയിം നമ്പർ. അതിൻ്റെ വാലൻസി എന്തായിരിക്കും? ആ സെയിം നമ്പർ ആയിരിക്കും വാലൻസി എന്ന് പറഞ്ഞിട്ട് എടുക്കേണ്ടത്. വാലൻസി വിൽ ബി ദ സെയിം നമ്പർ. അപ്പോൾ നമ്മുടെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 1 വന്നാൽ വാലൻസി 1 തന്നെ, 2 വന്നാൽ 2 തന്നെ, 3 വന്നാൽ 3 തന്നെ, 4 വന്നാൽ 4 തന്നെ. ഓക്കെ, അപ്പോൾ 1ലും 2ലും ഗ്രൂപ്പ് നമ്പർ 1ലും 2ലും നമ്മൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തു. 13ലേക്ക് വന്നപ്പോൾ അതിനകത്ത് ഡയറക്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? വാലൻസ് ഇലക്ട്രോൺസ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം ആ ഗ്രൂപ്പ് നമ്പറിൽ നിന്ന് 10 മൈനസ് ചെയ്തു. അതായത് 13ൽ നിന്ന് 10 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 കിട്ടി. ആ 3 ആണെങ്കിൽ അതിൻ്റെ വാലൻസി എത്ര തന്നെയാണ്? 3 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 14ലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആദ്യം അതിൽ നിന്ന് 10 മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് 4 കിട്ടും. അങ്ങനെയാണെങ്കിൽ വാലൻസി എന്ത് തന്നെയായിരിക്കും? 4 തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഗ്രൂപ്പ് നമ്പർ 15ന്റെ കേസിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ അനുസരിച്ച് 15 മൈനസ് 10 എത്രയാണ് വരുന്നത്? 5 ആണ് വരുന്നത്. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് 5 ആണ് വരുന്നത്. എന്ന് വെച്ചിട്ട് തന്നെ ഡയറക്റ്റ് നമുക്ക് വാലൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. 5 ഇലക്ട്രോൺസ് വാലൻസിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതല്ല അതിൻ്റെ വാലൻസി. അപ്പോൾ അതിന് അടുത്തൊരു കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. എന്താണ് നമ്മൾ പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 5, 6, 7, 8 ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഉള്ളതെങ്കിൽ വാലൻസ് ഷെല്ലിൽ ഉള്ളതെങ്കിൽ ആരൊക്കെയാ? 5, 6, 7, 8 ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഉള്ളതെങ്കിൽ 5, 6, 7, 8 ഇലക്ട്രോൺസ് ഈ നമ്പറുകൾ ഏതെങ്കിലും ആണ് എന്തായിട്ട് വരുന്നതെങ്കിൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആയിട്ട് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസി കണ്ടുപിടിക്കാൻ ഈ നമ്പറിനെ, അതായത് 5നെയോ 6നെയോ 7നെയോ 8നെയോ 8ൽ നിന്ന് തന്നെ മൈനസ് ചെയ്യണം. ഏതിൽ നിന്ന് മൈനസ് ചെയ്യണം? 8ൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ 8ൽ നിന്ന് നമുക്കിപ്പോൾ 5 ആണ് ഇവിടെ വന്നത്. 15th ഗ്രൂപ്പിൽ 5 വന്നു. എന്ത് ചെയ്യും? 8ൽ നിന്ന് 5 മൈനസ് ചെയ്ത് എഴുതും. അപ്പോൾ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 16th ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അവിടെ എത്രയാണ് വരുന്നത്? 16 മൈനസ് 10 6 വരും ആണല്ലോ. ആ 6 വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? 8ൽ നിന്ന് 6 മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. 17th ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ
നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് 7 ആണ്. കാരണം 10 മൈനസ് ചെയ്തു, 70 10 മൈനസ് ചെയ്തു 7 വന്നു. 7 വന്നാൽ ഡയറക്റ്റ് അതല്ല എൻ്റെ വാലൻസി, പകരം എന്ത് ചെയ്യണം, 8ൽ നിന്ന് 7 മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. 18th ഗ്രൂപ്പിലേക്ക് പോകുന്നു. 18th ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 8 ആണ്. അത് നമ്മൾ ആദ്യം 8ൽ നിന്ന് 10 മൈനസ് ചെയ്തപ്പോൾ 8 കിട്ടി നമുക്ക്. അപ്പോൾ 8 വന്നാൽ അതാണോ അതിൻ്റെ വാലൻസി? അല്ല. 8ൽ നിന്ന് 8 മൈനസ് ചെയ്തു, 0 വാലൻസി വരുന്ന ഗ്രൂപ്പാണ് ഇത്. നമ്മളങ്ങനെ പഠിക്കാറില്ല. 18th ഗ്രൂപ്പ് 0 വാലൻസി ഉള്ള ഗ്രൂപ്പ്, അതിൻ്റെ വാലൻസിയെ കുറിച്ച് നമുക്ക് ചോദിക്കാറൊന്നുമില്ല. ഓക്കെ, ബാക്കിയുള്ള ചോദിക്കും. അപ്പോൾ വാലൻസി നമുക്ക് രണ്ട് രീതിയിൽ വരുന്നുണ്ട്. അതായത് ഡയറക്റ്റ് അതേ നമ്പർ തന്നെ, അതായത് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് തന്നെ വാലൻസി ആയിട്ട് വരുന്നൊരു കണ്ടീഷനും, അതേസമയം 8ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ വാലൻസി വരുന്ന കണ്ടീഷനും. ഓക്കെ, അപ്പോൾ ഇവിടെ മാക്സിമം വാലൻസി എന്ന് പറയുന്നത് 4 ആണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് 1 2 3 4 1 2 3 പിന്നെ 4 വരാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 1 2 3 വരാം. അപ്പോൾ അത് എപ്പോഴും ആ ഗ്രൂപ്പ് നമ്പർ വെച്ചിട്ട് നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം വാലൻസി പറയാനായിട്ട്. ഈ വാലൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കോമ്പൗണ്ട് കെമിക്കൽ ഫോമിൽ എഴുതാൻ ഈ വർഷം ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വാലൻസി അറിഞ്ഞുകൂടാതിരിക്കരുത്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം അഡീഷണൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക. ഗ്രൂപ്പ് നമ്പർ 1 or 2 ആണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസും അത് തന്നെ, വാലൻസി അത് തന്നെ ആയിട്ട് വരും. സമയം 13 to 18 ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ ആദ്യം അതിൻ്റെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് നമ്മൾ എടുക്കണം. അതിന് ഗ്രൂപ്പ് നമ്പറിൽ നിന്ന് 10 മൈനസ് ചെയ്യണം. ഇനി 10 മൈനസ് ചെയ്ത് കിട്ടുന്ന നമ്പറുകൾ, അല്ലെങ്കിൽ നമ്പറുകൾ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ നമ്പർ 1 2 3 4 ആണെങ്കിൽ അതിൻ്റെ വാലൻസി ആ നമ്പറുകൾ അതാത് നമ്പറുകൾ തന്നെ ആയിരിക്കും. അതേസമയം മൈനസ് ചെയ്ത് കിട്ടുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം 5 6 7 8 എന്നാണെങ്കിൽ അതിനെ 8ൽ നിന്നുകൂടെ മൈനസ് ചെയ്യുക. 8ൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ബാലൻസി കിട്ടും. ഓക്കെ, അടുത്തത് നമ്മൾ പീരിയോഡിക് ട്രെൻഡ്സ്. പീരിയോഡിക് ടേബിളിൽ എന്തൊക്കെ ട്രെൻഡ്സ് നമുക്ക് ഉണ്ടായിരുന്നു, എന്തൊക്കെ പീരിയോഡിക് പ്രോപ്പർട്ടീസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതിൽ നമ്മൾ പ്രോപ്പർട്ടീസ് എല്ലാം പറഞ്ഞത്, അതിൻ്റെ ട്രെൻഡ്സ് എല്ലാം ഒന്ന് ലെഫ്റ്റ് റൈറ്റിനെ പീരിയഡ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഫ്രം ടോപ്പ് ടു ബോട്ടം ഇന്നെ ഗ്രൂപ്പ് എന്നും പറഞ്ഞും പഠിച്ചിട്ടുണ്ട്. രണ്ട് കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റിനെ പീരിയഡ് എന്നും, അതേപോലെ ഫ്രം ടോപ്പ് ടു ബോട്ടമിനെ ഗ്രൂപ്പ് എന്നും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഫ്രം ലെഫ്റ്റ് ടു റൈറ്റിൻ്റെ പീരീഡ് എന്തൊക്കെയാണ് നമുക്ക് പീരിയോഡ് ട്രെൻഡ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്ന അറ്റോമിക് സൈസിനെ കുറിച്ചാണ്. അറ്റോമിക് സൈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ് ഡിക്രീസസ് ആണ്, നമുക്ക് അറിയാം. അങ്ങനെ അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്ത് വന്നാൽ അതിൻ്റെ മെറ്റാലിക് ക്യാരക്ടറും എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ അറ്റോമിക് സൈസുമായിട്ട് നമുക്ക് ആരെ ലിങ്ക് ചെയ്യാം? മെറ്റാലിക് ക്യാരക്ടറും ലിങ്ക് ചെയ്യാം. അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്താൽ മെറ്റാലിക് ക്യാരക്ടറും ഡിക്രീസ് ചെയ്യും. ഇനി മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുന്നുവെങ്കിൽ ഏത് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യാം? നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യാം. കാരണം സൈസ് കുറഞ്ഞു വരുന്നതനുസരിച്ച് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ഇനി നോൺ മെറ്റാലിക് ക്യാരക്ടർ ആണെങ്കിൽ അവർക്കുള്ളതെങ്കിൽ അയണൈസേഷൻ എനർജിയും ഇൻക്രീസ് ചെയ്യും. അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റിനെ പീരീഡ് അയണൈസേഷൻ എനർജി ഇൻക്രീസസ്. ഓക്കെ, ഇനി അടുത്ത ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്. ഓക്കെ, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസസ്. ഓക്കെ, അപ്പം നമ്മുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഏതൊക്കെ ട്രെൻഡ് പറഞ്ഞാൽ അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്ത് മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും, നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും, അതോടൊപ്പം അയണൈസേഷൻ എനർജിയും ഇലക്ട്രോ നെഗറ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യും. എവിടെ നിന്ന് എങ്ങോട്ടാ? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റിൻ്റെ പീരീഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളാം. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അത് ക്ലിയർ ആയിട്ട് നോക്കി വയ്ക്കുക. ഇനി അടുത്തത് നമ്മൾ ടോപ്പ് ടു ബോട്ടമിനെ ഗ്രൂപ്പാണ് ഡിസ്കസ് ചെയ്യുന്നത്. സെയിം ട്രെൻഡ്സ് തന്നെ നമ്മൾ ചെക്ക് ചെയ്താൽ അറ്റോമിക് സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് ഇൻക്രീസസ് പറഞ്ഞു. അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്താൽ കൃത്യമായിട്ടും ഏത് ഇൻക്രീസ് ചെയ്യും? മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്താൽ ഏത് ഡിക്രീസ് ചെയ്യും? നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ്. ഇപ്പോൾ ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്, നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അയണൈസേഷൻ എനർജി നോക്കാം.
മെറ്റൽസ് അല്ലേ നമുക്കിവിടെ വന്നേ. മെറ്റൽസ് ആകുമ്പോൾ അയണൈസേഷൻ എനർജി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. നോൺ മെറ്റൽസിനാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, സെയിം ഇലക്ട്രോ നെഗറ്റിവിറ്റി നോൺ മെറ്റൽസിന്റെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാം അല്ലേ. അതിന് ഇൻക്രീസ് ചെയ്യുന്നുവെങ്കിൽ ഇവിടെ മെറ്റാലിക് ക്യാരക്ടർ നമ്മൾ പറഞ്ഞ ടോപ്പ് ടു ബോട്ടം ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഈ പ്രോപ്പർട്ടീസിനെ നമുക്ക് പരസ്പരം എന്ത് ചെയ്യാം? കണക്ട് ചെയ്ത് പറയാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഓർത്ത് വെച്ചേക്കുക. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇത് വലിയ അത്ര അങ്ങോട്ട് നമുക്ക് ആ പീരിയോഡിക് ടേബിളിന്റെ മോഡൽ തമ്മിൽ അതിനകത്ത് എലമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറയുമ്പോഴാണ് ഇതിന്റെ ഉപയോഗം വരുന്നത്. അല്ലാതെ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻസ് അതിനകത്ത് അങ്ങനെ വരുന്നതല്ല. എന്നാലും പീരിയോഡിക് ടേബിളിന്റെ ഒരു ഡെമോ തമ്മിട്ട് അതിനകത്ത് അവർ വിച്ച് എലമെന്റ് ഹാസ് ഹൈ അയണൈസേഷൻ എനർജി, വിച്ച് വൺ ഈസ് വിത്ത് ഹയസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത് അഡീഷണൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ അത് നല്ലതുപോലെ നോക്കുക. ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡും അതുപോലെ ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ്. അപ്പോൾ അറ്റോമിക് സൈസുമായിട്ട് തന്നെ നമുക്ക് ഇത് എല്ലാത്തിനും ലിങ്ക് ചെയ്ത് പറയാം. ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ് എന്ന് പറയുന്നത് അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് മെറ്റാലിക് ക്യാരക്ടറും ഡിക്രീസ് ചെയ്യും. അതേസമയം നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അയണൈസേഷൻ എനർജിയും ഇലക്ട്രോ നെഗറ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്ത് വരും. ഗ്രൂപ്പിൽ നേരെ തിരിച്ചു പറയുക. ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് അല്ലേ. റീസൺ എന്താ? അറ്റോമിക് സൈസ് ഇൻക്രീസസ്. അങ്ങനെയാണെങ്കിൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. എങ്കിലും അയണൈസേഷൻ എനർജിയും ഇലക്ട്രോ നെഗറ്റിവിറ്റിയും ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നത് എലമെന്റ്സ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിനകത്തുള്ള എലമെന്റ്സ് ഇൻ ദ സെയിം ഗ്രൂപ്പ് എന്ത് ചെയ്യും? എലമെന്റ്സ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ഷോസ് സിമിലർ പ്രോപ്പർട്ടീസ്. അപ്പോൾ എലമെന്റ്സ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ഷോസ് സിമിലർ പ്രോപ്പർട്ടീസ്. ഒരു ഗ്രൂപ്പിനകത്തുള്ള എലമെന്റ്സിന് നമ്മൾ ടോപ്പ് ടു ബോട്ടം ചെക്ക് ചെയ്താൽ അവരുടെ എല്ലാത്തിൻ്റെയും പ്രോപ്പർട്ടി എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. എന്തുകൊണ്ടാണ് ആ സിമിലാരിറ്റി വരുന്നത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എലമെന്റ്സ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ഷോസ് സിമിലർ പ്രോപ്പർട്ടീസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. അപ്പോൾ ഒരു ഗ്രൂപ്പിലെ എലമെന്റ്സ് സിമിലർ പ്രോപ്പർട്ടി കാണിക്കും. എന്തുകൊണ്ടാണ്? പ്രസൻസ് ഓഫ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അവർക്കുണ്ട്. ആ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് ഒരു എലമെന്റിന്റെ പ്രോപ്പർട്ടി നമുക്ക് ഡിറ്റർമിൻ ചെയ്യണമെന്ന് പറയാം. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണും. അതാണ് അവരുടെ പ്രോപ്പർട്ടീസ് സിമിലർ ആയിരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ എപ്പോഴും നോക്കുക, സെയിം ഗ്രൂപ്പ് ആകുമ്പോൾ സെയിം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് വരുന്നത് കൊണ്ട് അവർക്ക് സിമിലർ പ്രോപ്പർട്ടി ഉണ്ടാവും. നോർമലി പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ്സിലാണ് സിമിലാരിറ്റി ഉള്ളത്. പീരീഡിൽ സിമിലാരിറ്റി അങ്ങനെ ഇല്ല. നോർമലി നമ്മൾ പറയുന്ന ഇതുവരെ പഠിച്ച കണ്ടീഷൻ അനുസരിച്ച് ഗ്രൂപ്പിലാണ് സിമിലാരിറ്റി. കാരണം ഗ്രൂപ്പിനകത്താണ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ഈ പറഞ്ഞു വെച്ച കാര്യങ്ങൾ നമ്മൾ പീരിയോഡിക് ടേബിൾ കണ്ടു. പീരിയോഡിക് ടേബിളിൻ്റെ ഗ്രൂപ്പ്സ്, പീരീഡ്, അതിനകത്തുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഏകദേശം എങ്ങനെയാണ് വരുന്നത്, പീരിയോഡിക് ട്രെൻഡ് എന്തൊക്കെയുണ്ട്, അതൊക്കെയാണ് കണ്ടുവന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ പീരിയോഡിക് ടേബിള് ആ എലമെന്റ്സിൻ്റെ സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ച സമയത്ത്, അതായത് നമ്മൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ ഓരോ സയൻറ്റിസ്റ്റായിട്ട് കൊണ്ടുവന്നു. അതിൽ അവസാനം നമ്മൾ അപ്രൂവ് ചെയ്തതായിട്ട് പറയും, നമ്മൾ ഏറ്റവും കൂടുതൽ വരച്ചൊക്കെ പഠിച്ചതായിരുന്നു നീൽസ് ബോറിൻ്റെ ആറ്റം മോഡൽ. ആ ആറ്റം മോഡൽ അനുസരിച്ചാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ അവിടെ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ വരച്ചതും അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ചെയ്തതും ഒക്കെ ചെയ്തത്. അവിടെ കോൺഫിഗറേഷൻ വരെ അത് വെച്ചിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് കൂടെ ഒരിക്കൽ കൂടെ നമുക്കൊന്ന് നോക്കാം. അതിൽ ബോർ പറഞ്ഞ അനുസരിച്ച്, അക്കോർഡിംഗ് ടു ബോർ മോഡൽ, ഇൻ ആൻ ആറ്റം ഇലക്ട്രോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ വേരിയസ് ഷെൽസ്. ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എവിടെയാ? ഷെൽസിനകത്താണ്. വേരിയസ് ഷെൽസിനകത്താണ്. നമ്മൾ പറഞ്ഞത് ഷെൽസിനകത്താണ് ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഷെൽസ് എവിടെ ഉള്ളതാ? അറൗണ്ട് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റാകെയുള്ള ഷെൽസിലാണ് ആരെ
അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി അവരെ എങ്ങനെയാ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദേ ആർ ഫിൽഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി. എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഈ ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോർ മോഡൽ അനുസരിച്ച്. അപ്പോൾ ബോർ മോഡൽ അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റാകെയുള്ള ഷെൽസിലാണ് ഇലക്ട്രോൺസ് ഉള്ളത്. അവരെ ഫില്ല് ചെയ്യുന്നത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജിയിലാണ്. ഇനി എന്തായിരുന്നു ഷെല്ല്? ഈ ഷെല്ലിന് തന്നെ മറ്റൊരു പേര് കൂടെ നമ്മൾ പഠിച്ചിരുന്നു, ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റ് എന്നാണ് നമ്മൾ വിളിച്ചത്. ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റ്. ഷെൽ ഓർ ഓർബിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇസ് എ സർക്കുലാർ പാത്ത് അറൌണ്ട് ദ ന്യൂക്ലിയസ് വെയർ ഇലക്ട്രോൺസ് ആർ റിവോൾവിങ്. അപ്പോൾ ഷെല്ലിലെ ഓർബിറ്റ് എന്ന് പറയുന്നത് സർക്കുലാർ പാത്താണ് ന്യൂക്ലിയസിന് ചുറ്റാകെയുള്ള, അവിടെയാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതായിട്ട് പറയുന്നത്. ഏത് മോഡലിനനുസരിച്ച്? ബോർ മോഡലിനനുസരിച്ച്. ബോർ പറഞ്ഞനുസരിച്ച് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റാകെ സർക്കുലാർ പാത്ത്. ആ സർക്കുലാർ പാത്ത് നമ്മൾ ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് വിളിച്ചു. ആ ഷെല്ലിൽ ഓർബിറ്റിനകത്ത് ആരുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്, അവർ റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ബോർ മോഡലുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ അവിടെ പഠിച്ചു വന്ന കാര്യങ്ങൾ. ബാക്കി ബോറിൻ്റെ ബാക്കി പോയിന്റ്സ് ഒക്കെ ഉണ്ടാകുന്ന നമുക്ക് ഇവിടെ ആവശ്യമില്ല. അറിയേണ്ടത് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന സർക്കുലാർ പാത്തായിരുന്നു ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്, ആ ന്യൂക്ലിയസിന് ചുറ്റാകെയാണ് സർക്കുലാർ പാത്ത് ഉള്ളത്. ആ ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടി വരുന്നതനുസരിച്ച് ദ എനർജി ഓഫ് ദ ഇലക്ട്രോൺസ് ഇൻ ദ ഷെൽ. അപ്പോൾ ഇലക്ട്രോൺസ് എവിടെയാണ് ഉള്ളത്? ഷെല്ലിനകത്താണ് ഉള്ളത്. ഷെല്ല് എവിടെയാ? ന്യൂക്ലിയസിന് സറൗണ്ടിങ്സിലുള്ള സർക്കുലാർ പാത്താണ്. അപ്പോൾ ആ ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടി വന്നാൽ ദ എനർജി ഓഫ് ദി ഇലക്ട്രോൺസ് ഇൻ ദ ഷെൽസ് ഇൻക്രീസസ്. അതായത് ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട്, ഫസ്റ്റ് സർക്കുലാർ പാത്ത് ഫസ്റ്റ് ഷെൽ എന്ന് വിളിക്കാം, സെക്കൻഡ് സർക്കുലാർ പാത്ത് സെക്കൻഡ് ഷെൽ എന്ന് വിളിക്കാം. ആ ഫസ്റ്റ് ഷെല്ലിനെക്കാട്ടിയും കൂടുതൽ ദൂരത്തിലായിരിക്കും ആര് വരുന്നത്? സെക്കൻഡ് ഷെല്ല് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, സെക്കൻഡ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ ആർക്കായിരിക്കും എനർജി കൂടുതൽ? സെക്കൻഡ് ഷെല്ലായിരിക്കും. കാരണം ന്യൂക്ലിയസിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടി വന്നു. അങ്ങനെ വന്നാൽ ഇലക്ട്രോൺസിൻ്റെ എനർജി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ദ ഇലക്ട്രോൺ ഡിക്രീസസ്. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടി വരുന്നതനുസരിച്ച് ഇലക്ട്രോൺസിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യും. എന്താ റീസൺ? അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ദ ഇലക്ട്രോൺസ് ഡിക്രീസസ്. ആ ഇലക്ട്രോണിലുള്ള ന്യൂക്ലിയസിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്ത് വരുന്നു? ഡിക്രീസ് ചെയ്ത് വരുന്നു. അപ്പോൾ നമ്മുടെ സ്കൂളുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞ് നമ്മൾ സ്കൂളിൻ്റെ സ്റ്റാഫ് റൂം അല്ലെങ്കിൽ ഓഫീസ് റൂം, പ്രിൻസിപ്പളൊക്കെ ഉള്ള റൂം ഉണ്ടെന്ന് വിചാരിക്കുക. അതിനടുത്തുള്ള ക്ലാസ് റൂമുകൾ മിക്കവാറും വലിയ ബഹളമൊന്നും കാണത്തില്ല, കാരണം സ്റ്റാഫ് റൂം അടുത്താണ് എന്നുള്ളതുകൊണ്ട്. അതേസമയം ദൂരേക്ക്, അതായത് ആ ഓഫീസിൽ നിന്നുള്ള അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ സ്റ്റാഫ് റൂമിൻ്റെ അടുത്തു നിന്നുള്ള വളരെ അകലെയുള്ളൊരു ക്ലാസ് റൂം ഉണ്ട് എങ്കിൽ അവിടെ നല്ല ബഹളം വയ്ക്കാൻ ചാൻസ് കൂടുതലാണ്. കാരണം ടീച്ചർമാർ കേൾക്കില്ല, ടീച്ചർമാരുടെ കൺട്രോൾ അവിടെ തൽക്കാലം ഉണ്ടാവില്ല, ടീച്ചർമാർ ക്ലാസ്സിലില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ സ്റ്റാഫ് റൂമിൻ്റെ അടുത്തുള്ളതാണെങ്കിൽ അവിടെ മാക്സിമം കൺട്രോൾ വരും, ബഹളം വെച്ച ടീച്ചർമാർ ഇറങ്ങി വഴക്ക് പറയും എന്നുള്ളതുകൊണ്ട് ഉണ്ടാതിരിക്കും. ദൂരം കൂടുന്നതനുസരിച്ച് ബഹളത്തിൻ്റെ ചാൻസും കൂടും എന്നുള്ളത്. അപ്പോൾ അതേപോലെയാണ് ഇവിടെയും ന്യൂക്ലിയസിന് അടുത്തുള്ള ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എനർജി കുറവായിരിക്കും, ഡിസ്റ്റൻസ് കൂടി വരുന്നതനുസരിച്ച് എനർജി ഇൻക്രീസ് ചെയ്ത് വരും. അതിൻ്റെ റീസണായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, ഈ ഇലക്ട്രോൺസ് ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാനുള്ള മറ്റൊരു കാര്യം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓരോ ഷെല്ലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ഷെൽ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ഫൈൻഡിങ് or can be find out by using 2n². ഈ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. 2n² എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഷെല്ല് ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം 2n² എന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് ആ ഷെല്ലിൻ്റെ നമ്പർ നമ്മൾ അറിയണം. ഇതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെല്ലാണ്, അല്ലെങ്കിൽ ഷെൽ നമ്പറാണ്. ഓക്കെ, അപ്പോൾ ആ ഷെല്ലിൻ്റെ നമ്പർ എത്രയാണോ അതിവിടെ എന്നിൻ്റെ പ്ലേസിൽ കൊടുത്താൽ മതി. എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷെൽ നമ്പർ 1. ഓക്കെ, ആ ഷെല്ലിന് പേരിട്ടിരുന്നത് K എന്നാണ്. അപ്പോൾ ഇത് ഏത് മോഡലിനനുസരിച്ചാണ്? ബോർ മോഡലിനനുസരിച്ച്. ബോർ മോഡലിനനുസരിച്ച് നമ്മൾ ഫസ്റ്റ് ഷെല്ലിൻ്റെ പേര് K എന്നാണ്. ആ K എന്ന ഷെല്ലിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാൽക്കുലേറ്റ് ചെയ്യാൻ 2n² എന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ 2 × 1², അപ്പോൾ ആൻസർ 2 എന്ന് കിട്ടും. ഇനി സെക്കൻഡ് ഷെൽ എന്ന് പറയുന്നത് L ഷെല്ലാണ്. L ഷെല്ലിലേക്ക് വരുമ്പോൾ, അപ്പോൾ ഫസ്റ്റ് ഷെല്ല് K ആണ്, സെക്കൻഡ് ഷെല്ല് L ആണ്.
ആ എല്ലിൻ്റെ ഷെൽ നമ്പർ 2 ആണേ. ആ 2 ആരുടെ പ്ലേസ് കൊടുത്തു? എന്നിൻ്റെ പ്ലേസ് കൊടുത്താൽ 2n² പ്ലേസിൽ 2 × 2² അതായത് 8 എന്ന് വരും. ഇനി തേർഡ് ഷെല്ല് എം ആണ്. അപ്പോൾ തേർഡ് ഷെൽ എന്ന് പറയുന്നത് എം ഷെല്ലാണ്. ആ എം ഷെല്ലിനകത്തുള്ള മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാൽക്കുലേറ്റ് ചെയ്യാൻ 2n² തന്നെ ഉപയോഗിക്കും. 2 × 3² 18. അടുത്ത ഫോർത്ത് ഷെല്ല് n ആണ്. 2n² 2 × 4² 32. അതായത് ഷെൽ നമ്പർ എത്രയാണോ അതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് ഡബിൾ ചെയ്താൽ മതി. ഷെൽ നമ്പർ 1 ആയാൽ അതിൻ്റെ സ്ക്വയർ 1, അതിൻ്റെ ഡബിൾ 2. ഷെൽ നമ്പർ 2 ആയാൽ അതിൻ്റെ സ്ക്വയർ 4, അതിൻ്റെ ഡബിൾ 8. ഷെൽ നമ്പർ 3 ആയാൽ അതിൻ്റെ സ്ക്വയർ 9, അതിൻ്റെ ഡബിൾ എടുത്താൽ 18. ഷെൽ നമ്പർ 4 ആയാൽ അതിൻ്റെ സ്ക്വയർ 16, ഡബിൾ എടുത്താൽ 32. അടുത്തൊരു ഷെൽ നമ്പർ 5 KLMN കഴിഞ്ഞിട്ട് ആര് വരാം? O വരാം, P വരാം, Q വരാം. അപ്പോൾ നമുക്ക് 7 പീരീഡ്സ് ആണുള്ളതെന്ന് പറഞ്ഞു. നമ്പർ ഓഫ് പീരീഡും ഷെല്ലും ഈക്വൽ ആയിരിക്കും. എത്ര ഷെല്ലുണ്ടോ അത്രയും പീരീഡ് കാണും. അതായത് നമുക്ക് 7 പീരീഡ് ഉണ്ടെങ്കിൽ 7 ഷെല്ല് നമുക്ക് പറയാം. അതിൽ KLMN OPQ വരെ പറയാവുന്നതാണ്. നമ്മൾ തൽക്കാലം നമുക്ക് യൂസ് ചെയ്യുന്ന ഈ 4 ഷെല്ലാണെന്നുള്ളതേ ഉള്ളൂ. ഷെല്ല് അങ്ങോട്ട് ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന ഈ 4 ഷെല്ലിലെ കാര്യങ്ങളാണ്, 4 ഷെല്ലിനെ കുറിച്ചാണ് പറയുന്നതെല്ലാം. ഈ വർഷം അത് തന്നെയാണ് നമ്മൾ പറയുന്നത് എന്നേ ഉള്ളൂ. ഷെല്ലുണ്ട്, 7 ഷെല്ല് വരെ ഉണ്ട്, കാരണം 7 പീരീഡ് നമുക്ക് കിടപ്പുണ്ട്, അതുകൊണ്ട് 7 ഷെല്ലും ഉണ്ട്. അപ്പോൾ ഈ ഷെൽ നമ്പർ ഉണ്ടെങ്കിൽ അതിനകത്ത് മാക്സിമം എത്ര ഇലക്ട്രോൺസ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഷെൽ നമ്പർ എടുക്കുക, ആ ഷെൽ നമ്പറിനെ സ്ക്വയർ ചെയ്തിട്ട് ഡബിൾ ചെയ്യുക. ആദ്യം സ്ക്വയർ ചെയ്യുക, പിന്നെ അതിൻ്റെ ഡബിൾ എടുത്താൽ മതി. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് അതിനകത്ത് നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ബോർ മോഡൽ അനുസരിച്ചാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ആ ബോർ മോഡൽ വെച്ചിട്ട് നമ്മൾ ഷെൽസ് പറഞ്ഞു. ഇനി ആ ഷെൽസിനകത്ത് ഓരോ ഇലക്ട്രോൺസിനെ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു എലമെന്റ് തന്നാൽ അതിനകത്തുള്ള ഇലക്ട്രോൺസ് നമുക്കറിയാമെങ്കിൽ ഷെല്ലിൽ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാം. അങ്ങനെ അറേഞ്ച് ചെയ്തെടുത്താൽ അതിനെ വിളിക്കുന്നതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ വിളിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഏതിനകത്ത് അറേഞ്ച് ചെയ്യുന്ന ഷെൽസിനകത്ത് ആയതുകൊണ്ട് തന്നെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് വിളിക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു എലമെന്റ് ഉണ്ടാവും, അതിൻ്റെ അറ്റോമിക് നമ്പർ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ സോഡിയം ഉണ്ട്, എലമെന്റ് സോഡിയം, അറ്റോമിക് നമ്പർ 11 ആണ്. അറ്റോമിക് നമ്പർ 11 തന്നുള്ള യൂസ് എന്താ? നമുക്ക് അറ്റോമിക് നമ്പർ അതിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ ഇലക്ട്രോൺസ് എന്ന് പറയാം, അല്ലേ? അതിന് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്നോ ഇലക്ട്രോൺസ് എന്നോ പറയാം. നമുക്ക് പ്രോട്ടോണുമായിട്ട് റിലേറ്റ് ചെയ്ത് കോൺഫിഗറേഷൻ എഴുതാനല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും ഈക്വൽ ആണ് ഒരു ന്യൂട്രൽ ആറ്റത്തിനെ സംബന്ധിച്ച്. ന്യൂട്രൽ ആറ്റത്തിനെ സംബന്ധിച്ച് പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണം ഈക്വൽ ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ കിട്ടിയാൽ നമുക്ക് പ്രോട്ടോണിൻ്റെ എണ്ണം കിട്ടും, അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം കിട്ടും. അതാണ് നമുക്ക് മെയിൻ ഇവിടെ. അപ്പോൾ അറ്റോമിക് നമ്പർ 11 ആയാൽ ഇലക്ട്രോണിൻ്റെ എണ്ണം 11, അറ്റോമിക് നമ്പർ 12 ആയാൽ ഇലക്ട്രോണിൻ്റെ എണ്ണം 12, അങ്ങനെ എടുക്കുക. അപ്പോൾ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11, അതായത് സോഡിയത്തിനകത്തുള്ള ഇലക്ട്രോൺ 11 ആണ്. ഇനി ഇതിനെ ഷെല്ലിലേക്ക് അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഷെല്ല് K ആണ്, ഏറ്റവും ലോവസ്റ്റ് എനർജിയുള്ള ഷെല്ല് നമുക്ക് പറയാം K, ഏറ്റവും ന്യൂക്ലിയസിന് അടുത്ത് വരുന്നത്. കപ്പാസിറ്റി നമുക്കറിയാം, നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ് കൊടുക്കാൻ പറ്റുന്നത്? 2 വരെ കൊടുക്കാം. നമ്മുടെ കയ്യിൽ 11 എണ്ണം ഉണ്ട്, അപ്പോൾ കെയിലൊരു 2 എണ്ണം കൊടുത്തു. അടുത്ത ഷെല്ല്, ഒരു ഷെല്ല് കംപ്ലീറ്റ് ആക്കിയിട്ടേ അടുത്ത ഷെല്ലിൽ പോകാവൂ. സെക്കൻഡ് ഷെല്ല് L ആണ്. അപ്പോൾ കെയിൽ 2 ഇലക്ട്രോൺ കൊടുത്താൽ ബാക്കി നമ്മുടെ കയ്യിൽ 9 ഇലക്ട്രോൺ കാണണം. 11 തുടങ്ങിയത്, അതിൽ 9 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. ആ 9 ഇലക്ട്രോണിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 8 എണ്ണം എല്ലിലേക്ക് കൊടുക്കുന്നു. 8 എണ്ണം എവിടെ കൊടുത്തു? എല്ലിലേക്ക് കൊടുത്തു. അപ്പോൾ ആദ്യം നമ്മൾ കെയിൽ എത്ര കൊടുത്തു? കെയിൽ 2 കൊടുത്തു, എല്ലിൽ 8 എണ്ണം കൊടുത്തു. അപ്പോൾ 10 എണ്ണം ആയേ, മൊത്തം 11 ഉണ്ടായിരുന്നു, ഒരെണ്ണം ബാക്കി. എല്ലിൻ്റെ കപ്പാസിറ്റി 8 ആണ്. അടുത്ത ഷെല്ലിലേക്ക് കൊടുക്കാം. എല്ല് കഴിഞ്ഞ് അടുത്ത ഷെല്ല് വരുന്നത് M ആണ്. ഓക്കെ, നമ്മൾ ആൽഫബറ്റിക് ഓർഡർ അത് തന്നെ, KLMN അങ്ങനെ. അപ്പോൾ എല്ല് കഴിഞ്ഞ് അടുത്ത എമ്മിലേക്ക് വന്നു, അതിൽ ഒരെണ്ണം കൊടുക്കാൻ നമ്മുടെ കയ്യിലുള്ളൂ, കാരണം മൊത്തം 11 ഉണ്ടായിരുന്നുള്ളൂ. കെക്ക് 2 എണ്ണം കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള 9 എണ്ണത്തിൽ 8 എണ്ണം എല്ല് വെച്ചു, ബാക്കി ഒരെണ്ണം ബാക്കി വന്ന് എമ്മിൽ കൊണ്ടുവച്ചു. എമ്മിൽ നമ്മൾ വെച്ചു. ഇനി മഗ്നീഷ്യം അടുത്ത എലമെന്റ്, അറ്റോമിക് നമ്പർ എത്രയാ? 12 ആണ്. അതായത് അതിൻ്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺ? 12 ഇലക്ട്രോൺ. കെയിൽ 2 എണ്ണം കൊടുത്തേ പറ്റൂ, ബാക്കി ഒരു 10 എണ്ണം ഉണ്ട്. എല്ലിൽ ഒരു 8 കൊടുക്കാം.
അപ്പോൾ 2 കിട്ടും 10 ആയേ. മൊത്തം 12ൽ 10 ആയി. ബാക്കി ഒരു 2 എണ്ണം, അത് എമ്മിൽ. ഓക്കെ. അടുത്തത് അലുമിനിയം. അലുമിനിയത്തിൽ മൊത്തം 13 ഇലക്ട്രോൺ. ആ 13 ഇലക്ട്രോണിൽ 2 എണ്ണം കെയിൽ, 8 എണ്ണം എല്ലിൽ, 3 എണ്ണം എമ്മിൽ. അപ്പോൾ 2 കിട്ടും 10ഉം 3 13 ആണേ. ഇനി Cl, ക്ലോറിൻ. ക്ലോറിൻ്റെ അകത്ത് മൊത്തം 17 ഇലക്ട്രോൺ ഉണ്ട്. ഈ 17 ഇലക്ട്രോണിൽ 2 എണ്ണം കെയിൽ കൊടുത്തു. ബാക്കി 15. എല്ലിൽ 8 എണ്ണം കൊടുത്തു. അപ്പോൾ 2 കിട്ടും 10 ആയോ? ആയി. 17ൽ 10 കഴിഞ്ഞിട്ട് 7 ഇല്ലേ? അതെവിടെ കൊടുക്കാം? എമ്മിൽ കൊടുക്കാം. അടുത്ത കെ. കെയിൽ മൊത്തം 19 ഇലക്ട്രോൺ ഉണ്ട്. കെ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം. പൊട്ടാസ്യത്തിൽ 19 ഇലക്ട്രോൺ ഉണ്ട്. കെ പൊട്ടാസ്യം കെ 19 ഇലക്ട്രോൺ. അതിൽ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ കൊടുത്തു. ബാക്കി 17 ഇലക്ട്രോൺ ഉണ്ട് കയ്യിൽ. അടുത്ത ഷെല്ല് വരുന്നത് എല്ലാണ്. അതിലൊരു 8 എണ്ണം കൊടുത്തു. അപ്പോൾ 2 വട്ടം 10 ആയി. ഇനി 9 എണ്ണം ബാക്കിയുണ്ട്. എമ്മിലേക്ക് നമ്മൾ ബാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു വരുന്നു. എമ്മിൻ്റെ കപ്പാസിറ്റി നമ്മൾ പഠിച്ചതനുസരിച്ച് എം തേർഡ് ഷെല്ലാണ്. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ 3 ആണ് ഷെൽ നമ്പർ. 3യുടെ സ്ക്വയർ 9. അതിൻ്റെ ഡബിൾ 18 ആണ് കപ്പാസിറ്റി. 18 ആണ് കപ്പാസിറ്റി. നമ്മുടെ കയ്യിൽ 9 എണ്ണേ ബാക്കിയുള്ളൂ താനും. അപ്പോൾ ഈ 18 കപ്പാസിറ്റി ഉള്ള ആളിന് ഈ 9 കൊടുക്കാമല്ലോ. കൊടുക്കാമോ? അങ്ങനെ കൊടുത്തുകൂടാ. കാരണം അങ്ങനെ കൊടുത്താൽ ഇവിടെ 9 എന്ന് വരും. ഈ എമ്മിൽ എത്രയെന്ന് വരും? എമ്മിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ 8 എന്ന് എഴുതിക്കുന്ന സ്ഥലത്ത് 9 എന്ന് വരും. അങ്ങനെ 9 എന്ന് വന്നാൽ അപ്പോൾ ഇതിൻ്റെ ആവശ്യം നമുക്ക് വരില്ല. വരുമോ? വരില്ല. അപ്പോൾ ഇവിടെ ഒരു നമ്പർ കാണില്ല. അതായത് 9 ആണ് ഏറ്റവും അവസാനം കിടക്കുന്ന നമ്പർ. 289 എന്ന് വരും. അവസാനം കിടക്കുന്ന നമ്പർ ഒരിക്കലും 8ൽ കൂടാൻ പാടില്ല എന്നാണ് റൂൾ. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 8 വരെ കൊടുക്കാവൂ. കപ്പാസിറ്റി ഉണ്ടെങ്കിൽ കൂടി ഇവിടെ 18 കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ നമുക്ക് കൊടുക്കാവുന്നത് മാക്സിമം 8 എണ്ണം, 8 വരെ കൊടുക്കാവൂ. 18 കപ്പാസിറ്റി ഉണ്ടെങ്കിലും 8 വരെ കൊടുക്കുക. ഔട്ടർ മോസ്റ്റ് ആണെങ്കിൽ, ഏറ്റവും വെളിയിലാണ് ആ നമ്പർ വരുന്നതെങ്കിൽ. ഓക്കെ. ഇപ്പോൾ എം ആണ് ഏറ്റവും അവസാനത്തെ ഷെല്ലായിട്ട് നമ്മൾ പൊട്ടാസ്യത്തിൽ കൺസിഡർ ചെയ്യുക വരിക. അവിടെ 9 വരും. അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ 9ന് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ. 8ഉം 1 വരെ സ്പ്ലിറ്റ് ചെയ്യും. 8 എണ്ണം എമ്മിലും കൊടുക്കും. അടുത്ത ഒരെണ്ണം എവിടെയും കൊടുക്കും? എന്നിലും കൊടുക്കും. അങ്ങനെയാണ് നമ്മളിവിടെ എങ്ങനെ വന്നത്? 8 1 എന്നുള്ള രീതിയിലേക്ക് കാര്യം ചേഞ്ച് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ 2881. ഓക്കെ. അടുത്ത കാൽഷ്യമാണ്. Ca. കാൽഷ്യം നമ്മൾ കൺസിഡർ ചെയ്താൽ അറ്റോമിക് നമ്പർ 20 ആണ്. അതിൽ കെയിൽ 2, എല്ലിൽ 8. ഇവിടെ എത്ര വരും? 10 വരും. അങ്ങനെ വരാൻ പറ്റുമോ? കാരണം ഇവിടെ 2 8 10 ആയി. ബാക്കി ഒരു 10 അല്ലേ ബാക്കിയുള്ളത്. ആ 10 ബാക്കി ഡയറക്റ്റ് എമ്മിൽ കൊടുക്കാൻ പറ്റുമോ? ഡയറക്റ്റ് എമ്മിൽ 10 ബാക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര വരും? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര വരും? നമുക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 10 എണ്ണം വരും. അങ്ങനെ വരാമോ? വന്നുകൂടാ. അപ്പോൾ ആ 10നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 8ഉം 2ഉം ആക്കും. 8ഉം 2ഉം ആക്കും അല്ലേ? ആ 8 എവിടെ കൊടുക്കും? എമ്മിലും കൊടുക്കും. 2 ബാലൻസ് ഉള്ളത് എന്നിലും കൊടുക്കും. അപ്പോൾ ഈ പൊട്ടാസ്യത്തിലും കാൽഷ്യത്തിലും നമ്മൾ ചെയ്തത് 2 8 9 എന്ന് വരുന്ന കണ്ടീഷന് 8 + 1 എന്നാക്കി. 2 8 10 വരുന്ന കണ്ടീഷൻ അവസാനം വരുമ്പോൾ ഈ 10ന് 8 + 2 എന്നുള്ളതാക്കും. എന്നിട്ട് 8 എണ്ണം എമ്മിലും കൊടുക്കും. ബാക്കിയുള്ളത് കൊണ്ട് എന്നിലും കൊടുക്കുക. അത് വേണം ചെയ്യാനായിട്ട്. ഓക്കെ. ഇനി നമുക്ക് പരിചയമില്ലാത്ത 2 എലമെന്റ്സിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ട്. സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21 ആണ്. നമ്മൾ പറഞ്ഞ കണക്കനുസരിച്ച് ആദ്യം 2, കെയിൽ 2, എല്ലിൽ 8. അപ്പോൾ 10 ആയി. ബാക്കി 11 എണ്ണം ഉണ്ട്. എമ്മിൽ 11 എണ്ണം കൊടുക്കാൻ പറ്റില്ല. നമുക്കറിയാം എമ്മിൽ 11 എണ്ണം കൊടുക്കാൻ പറ്റില്ല. ഈ എമ്മിൽ 11 എണ്ണം കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 8 3 വരെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? അങ്ങനെയല്ല ഇവിടെ വരുന്നത്. 9 2 എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് 8 3 ആയിരുന്നു വരാനുള്ളത്. പക്ഷെ വരുന്നത് 9 2 ആണ്. ഓക്കെ. അതേപോലെ ടൈറ്റാനിയം. ടൈറ്റാനിയത്തിൽ അറ്റോമിക് നമ്പർ 22, കെയിൽ 2, എല്ലിൽ 8, എമ്മിൽ ബാക്കി ഇപ്പോൾ 2 തൊട്ടും 10 കഴിഞ്ഞിട്ട് 12 എണ്ണം ഉള്ള. എമ്മിൻ്റെ കപ്പാസിറ്റി 18 ഉണ്ട്. അങ്ങനെ വരുമ്പോൾ 12 ഇവിടെ വരണം. പക്ഷെ നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പകരം നമ്മൾ 8 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് 8 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെ കൊടുത്തില്ല. പകരം 10 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 സെക്ഷൻ ഈ സ്കാൻഡിയം ടൈറ്റാനിയം, ഈ 2 സെക്ഷനിൽ നമ്മൾ നേരത്തെ ഫോളോ ചെയ്ത് തന്ന കാര്യങ്ങളെല്ലാം മാറി. ഇവിടെ 8 കഴിഞ്ഞിട്ട് നമ്മൾ 8 2 വന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെ ആ 8ന് മാറി അത് 9 കൂട്ടി. അതേപോലെ 10 കയറിപ്പോയി. പകരം ഇവിടെ 2 സ്ഥലത്തും 2 2 എന്ന് തന്നെ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നോർമലി ഉള്ള കോൺഫിഗറേഷനിൽ സ്കാൻഡിയം ടൈറ്റാനിയം എന്താ ഡിഫറൻസ്? 8 2 എന്ന് കട്ട് ചെയ്താൽ 8 3 എന്ന് കട്ട് ചെയ്ത ഒരാളതിന് പകരം അത് 9 എന്ന് തന്നെ അവിടെ കൊടുത്തിട്ടാണ്
അവസാനം ഒരു 2 വരുന്നു. എന്തുകൊണ്ട് അങ്ങനെ വന്നു? ഇവിടെ അങ്ങ് കൊടുത്താൽ പോരെ അങ്ങനെയാണെങ്കിൽ. അപ്പോൾ അത് വരുന്നത് എന്ത് എന്നാണ് നമുക്ക് അടുത്ത നോക്കാനുള്ളത്. എന്തുകൊണ്ട് ഈ രീതിക്ക് ഇപ്പോൾ നമ്മൾ സ്കാൻഡിയത്തിൻ്റെ കാര്യം ചിന്തിച്ചാൽ സ്കാൻഡിയത്തിന് 2892 എന്ന് വന്നു. 2892 എന്ന് എന്തുകൊണ്ടാണ് കോൺഫിഗറേഷൻ വന്നത്? അതാണ് നമ്മൾ ശരിക്കും ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞൊക്കെ പഴയ ചാപ്റ്ററുകളിലുള്ള കാര്യമാണ്. അതായത് 9th പഠിച്ച കാര്യമാണ്. 10th പഠിക്കാൻ പോകുന്നത് ഇനിയാണ്. ഇനി നമുക്ക് കറക്റ്റ് എന്തുകൊണ്ട് ഈ കോൺഫിഗറേഷൻ ഇങ്ങനെ വരുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യണം. അത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നാണ് അത് ചെക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ നമുക്ക് വരും. അപ്പോൾ അത് നമ്മൾ പഠിക്കും. അത് അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഇത്രയും ഇതിൻ്റെ ഫസ്റ്റ് പീരിയോഡിക് ടേബിളിൻ്റെ ബേസിക് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വായിക്കുക, ഒരിക്കൽ കൂടെ ഒന്ന് ഓർമ്മിച്ചെടുക്കുക കഴിഞ്ഞ വർഷം പഠിച്ചത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും ബൈ.